നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ശ്രീനി, മലയാളത്തിന്റെ ശ്രീ, മലയാളത്തിന്റെ വിജയൻ, കേരളക്കരയുടെ ഒന്നാകെയുള്ള വിജയൻ. സമയമായി ഞാൻ പോകട്ടെ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ശ്രീനിവാസന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ ചെയ്തത്. ധ്യാൻ ശ്രീനിവാസന്റെ കണ്ണീര് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. മുഷ്ടി ചുരുട്ടി അവസാനമായി അദ്ദേഹത്തിന്റെ അച്ഛന്, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന്, നല്ലൊരു മനുഷ്യന് അന്ത്യ അഭിവാദ്യം നൽകി വിട പറയുകയായിരുന്നു. സത്യത്തിൽ നമുക്ക് ആ ഒരു ദൃശ്യം വിവരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് കണ്ടമിടറുകയാണ്. അത് കണ്ണീര് വരികയാണ്. അതാണ് അവസ്ഥ. കാരണം ഒരു മകന് എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും അവരുടെ അച്ഛനെ വളരെ പ്രാധാന്യമാണ്, വളരെ സ്നേഹമാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാം, നമ്മുടെ സമൂഹം ഇന്ന് അച്ഛനെന്നോ മകനെന്നോ ഇല്ലാതെ സ്വന്തം അച്ഛനെ എത്ര കഷ്ണങ്ങളാക്കാനും മടിക്കാത്ത മക്കളുള്ള നാടാണ്. അങ്ങനെ എത്രയോ അച്ഛനമ്മമാർ നമ്മുടെ ഈ ഭൂമി വിട്ടു പോയിരിക്കുന്നു. ഇപ്പോഴും മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ കിടക്കുന്ന എത്രയോ അച്ഛനമ്മമാർ ഇന്നും മക്കളുടെ കൈ കൊണ്ട് ഏത് നിമിഷവും മരിക്കാമെന്ന പേടിയിൽ കഴിയുന്ന അച്ഛനമ്മമാർ ഇന്നും ഉണ്ട്. അങ്ങനെയുള്ള ഈ ലോകത്താണ് ധ്യാൻ ശ്രീനിവാസനെ പോലെയും വിനീത് ശ്രീനിവാസനെ പോലെയും ഒക്കെ സ്നേഹനിധികളായ രണ്ട് മക്കൾ അവരുടെ അച്ഛന്റെ അവസാന യാത്രയയപ്പ് നടത്തുമ്പോൾ അത് ഹൃദയഭേദകം തന്നെ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അവസാനമായി അദ്ദേഹത്തെ അന്ത്യചുമർ നടത്താനായി ധ്യാൻ ശ്രീനിവാസൻ അവിടേക്ക് എത്തിയപ്പോൾ, ഉമ്മ വെച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നത് കാണാമായിരുന്നു. പലരും അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് വന്ന ചോര തുടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അദ്ദേഹം സിനിമാ ലൊക്കേഷനിൽ നിന്നാണ് നേരെ വീട്ടിലേക്ക് വരുന്നത്. ജലപാനമില്ലാതെ അച്ഛന്റെ അടുത്ത് അമ്മയെ ആശ്വസിപ്പിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിനീത് ശ്രീനിവാസനേക്കാൾ ധ്യാൻ ശ്രീനിവാസനെയാണ് നമ്മൾ കണ്ടത്. വിനീത് ശ്രീനിവാസൻ വളരെ വേദനയുണ്ട്, പക്ഷെ അദ്ദേഹം ഉള്ളിലോട്ട് ഒതുങ്ങുന്ന ഒരു പ്രകൃതമായിരുന്നു. ചിലരുണ്ട് എല്ലാവരുടെയും മുന്നിൽ കരയാനൊക്കെ വലിയ മടിയുള്ള കുറെ ആൾക്കാരുണ്ട്. എന്നാൽ കരയാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. എന്നാൽ കരഞ്ഞു പോകുന്ന, ഈ ചുറ്റുപാടും ഒക്കെ മറന്നുപോയി കരഞ്ഞു പോകുന്ന നിരവധി ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ കണ്ണീരൊക്കെ തന്നെ നമ്മൾക്ക് കണ്ടു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എന്റെ അച്ഛനെ കഴിഞ്ഞ് എനിക്ക് ആരുമുള്ളൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും ചോര പൊടിയുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവരെല്ലാവരും തന്നെ തുളച്ചു കഴിഞ്ഞു. പിന്നീടാവാം അതിന്റെ ബാക്കി നോട്ടമൊക്കെ പിന്നീടാവാം. അതൊന്നുമല്ല, ഒരു പക്ഷെ അദ്ദേഹം ആരോഗ്യപരമായി കുറച്ച് വീക്കായി വരുന്നതിന്റെ ലക്ഷണമൊക്കെ ആയിരിക്കണം അങ്ങനെ കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ തുടച്ചു മാറ്റി. ശേഷം അത് ഈ ശ്രീനിവാസന്റെ താങ്ങും തണലായിരുന്ന ഭാര്യ വിമല അന്ത്യചുംബനം നൽകി. ഒപ്പം ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാനേജർ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ, അങ്ങനെ തുടങ്ങിയ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളൊക്കെ തന്നെ പേരെടുത്തു വിളിച്ച് അന്ത്യയാത്ര അയക്കാനായി കണ്ടിരുന്നു. ഒരു വെള്ള ഷർട്ടിട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് ഉമ്മ വെക്കുന്നത് കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മാനേജർ നമുക്ക് ഔദ്യോഗികമായി പറയാമെങ്കിലും അദ്ദേഹത്തിന്റെ ധ്യാനിനെ പോലെയും വിനീതിനെ പോലെയും ഒക്കെ ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ശ്രീനിവാസനോടൊപ്പം സമയം ചെലവഴിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എവിടെ പോകുമ്പോഴും ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം അദ്ദേഹം നമ്മെ വിട്ട് പിരിയുകയാണ്. ഈ ഒരു അന്ത്യയാത്ര അത് കേരളക്കരയൊന്നാകെ കരഞ്ഞു പോകുന്ന ഒരു അന്ത്യയാത്ര തന്നെയാണ്. പല കമന്റുകൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഈ അന്ത്യയാത്ര. ശ്രീനി, നിങ്ങൾ എങ്ങനെ ഞങ്ങൾ മറക്കും? ശ്രീനി, നിങ്ങൾ എന്തിനാണ് ഇത്രയും വേഗം പോയത് എന്നാണ് പലരും അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മലയാളികൾ തോളിൽ കൈയിട്ട ഒരു നടനായിരുന്നു. തോളിൽ കൈയിട്ട് കൊണ്ട് നടന്ന, സ്നേഹിച്ചു വളർത്തി വന്ന ഒരു നടനായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് അന്നും ഇന്നും എന്നും ശ്രീനി എന്ന പേര് ഒരു കാരണവശാലും മായുകയില്ല, മറക്കുകയില്ല. ശ്രീനിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റി ആയിരുന്നു അദ്ദേഹം. സിനിമയുടെ ഒരു യൂണിവേഴ്സിറ്റി, ഈ ചരിത്രത്തിന്റെ യൂണിവേഴ്സിറ്റി, ഇന്ന് എന്നതിന്റെ യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരുന്നു അദ്ദേഹം. യാഥാർത്ഥ്യത്തിന്റെ യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിലൊക്കെ പറയാം. എന്തായാലും ശ്രീനിവാസൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വീട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. ഇപ്പോഴും ആ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുകയാണ്.